നമ്മളിന്ന് കപ്പയും മുരിങ്ങയിലയും കൂടിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പാത്രത്തേക്ക് ഇട്ട് വെക്കുക. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തോന വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഊറ്റിക്കളയണം. ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് വെന്തിട്ട് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം പച്ചമുളകൊക്കെ ഇടാം. അപ്പോൾ അത് വെന്തെണ്ണു. ഇനി നമുക്കിതിലത്തെ വെള്ളം ഊറ്റിക്കളയണം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഈ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയുടെ കൂടെ അരച്ചാലും മതി. ഇങ്ങനെ ഇട്ടാലേ ഈ കഷ്ണത്തിൻ്റെ ഒപ്പം പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇടുന്നത്. ഇതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഈ കഷ്ണത്തേക്ക് ഇതൊക്കെ പിടിക്കട്ടെ. ഇനി തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടോ. ഈ ജീരകം ഇട്ടിട്ട് അതായിരുന്നു. ഇനി മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് കഴുകിയിട്ടാണ് വെച്ചത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവും. അധികം മൂത്തിട്ടില്ല ഇല. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണം. ഇപ്പം നമ്മളിത് ഒഴിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.